ഇന്നത്തെ വീഡിയോ ഒരു ട്രിപ്പ് വീഡിയോ ആണ് കേട്ടോ. തിരുവനന്തപുരം വരെ പോയി വന്നിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. അങ്ങനെ ഞങ്ങൾ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുകയാണ് കേട്ടോ. രാത്രി 9:30 ട്രെയിൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു ട്രിപ്പാണ്. പെട്ടെന്നുണ്ടായ ട്രിപ്പാണ് കേട്ടോ. പിന്നെ പെരുന്നാളൊക്കെ അല്ലേ, മക്കൾക്ക് സ്കൂളും അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറിയതിന് ശേഷം മക്കളൊക്കെ കയറിയ പഠനം ഉറങ്ങി. ഇത് തൃശ്ശൂർ എത്തിയപ്പോൾ ഞാനൊരു ചെറിയ ക്ലിപ്പ് എടുത്താണ് കേട്ടോ. ട്രിപ്പൊക്കെ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇപ്പോൾ മക്കളുടെ ശബ്ദം കേൾക്കും, പിന്നെ ട്രെയിന് പോകുന്ന ശബ്ദമൊക്കെ കേൾക്കും കേട്ടോ. എനിക്കൊക്കാക്കും അടുത്തടുത്ത സീറ്റൊന്നും അല്ല കേട്ടോ ട്രെയിനിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്, വേറെ ആയിരുന്നു. പിന്നെ TTRനോട് സംസാരിച്ചപ്പോൾ മക്കളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒഴിവുള്ള 2 സീറ്റ് അടുത്തടുത്താക്കി തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടും കുറേ സംസാരിച്ച് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്ത റൂമിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂമായിരുന്നു കേട്ടോ. 1000 രൂപയാണ് കേട്ടോ ഒരു ദിവസത്തെ റെൻറ്റ്. AC ഒന്നുമില്ല, നോൺ AC ആണ്. അപ്പോൾ ഞങ്ങൾ ഇതാണ് കേട്ടോ റൂം. കുഴപ്പമൊന്നുമില്ല, നമ്മൾ അധികം റൂമിൽ സ്പെൻഡ് ചെയ്യണില്ലല്ലോ, കിടന്നിറങ്ങാൻ മാത്രം തന്നെയല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഈ റൂം ഞങ്ങൾ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് വരുമ്പോഴത്തേനും മക്കൾ രണ്ടാളും എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്താ ഇതിപ്പോൾ സംഭവം പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കണം, വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളൊരു 9 മണിയായപ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. ഒരു ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറിയത് നല്ല അടിപൊളി ഫുഡായിരുന്നു. ഒരു വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു കേട്ടോ അത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഫസ്റ്റ് നമ്മൾ ഭീമാപ്പള്ളി പോകാനാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഭീമാപ്പള്ളി പോണ വഴിക്ക് പത്മനാഭ ക്ഷേത്രം ഉണ്ട്. അവിടെ ഞങ്ങൾ ഇറങ്ങണമെന്നില്ല, പക്ഷെ നമ്മൾ 1 ഡേ ട്രിപ്പ് പോലെ വന്നതല്ലേ. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ടൈം കളയണ്ടെന്ന് വെച്ചാൽ കാണേണ്ട സംഭവം തന്നെയാണ്, പക്ഷെ നമ്മളത് മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് സമയം കളയാതെ ഫസ്റ്റ് നമുക്ക് ഭീമാപ്പള്ളി പോയിട്ട് പിന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോകാനായിരുന്നു കേട്ടോ പ്ലാനിങ്ങിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോ ഫുൾ ഡേ ഇങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവിടെ അങ്ങനെ ഒരു പാക്കേജ് ഉണ്ട് ഓട്ടോയിൽ. മക്കളുള്ളതല്ലേ, അപ്പം ബൈക്ക് റെൻറ്റിന് എടുക്കണ്ട, ഓട്ടോയിലാകുമ്പോൾ നമുക്ക് വെയിലൊന്നും കൊള്ളാതെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ഓട്ടോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു പാക്കേജാണെന്നാണ് പറഞ്ഞത്. 1000 രൂപ ഒരു ദിവസത്തിനല്ല, അവർ കുറച്ച് സ്ഥലങ്ങൾ പറയും, അങ്ങനെ ആ സ്ഥലത്തേക്കൊക്കെ അവർ കൊണ്ടുപോകും. വെയിറ്റിങ്ങും ഒക്കെ ഇതിൽ പെടും കേട്ടോ. അപ്പോൾ നമ്മളപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ, എല്ലാവർക്കും അറിയാമല്ലോ ആ ക്ഷേത്രം. അപ്പം അവിടെ ഇറങ്ങിയില്ല, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അങ്ങനെ പോയി. ഇനി നമ്മൾ നേരെ ഭീമാപ്പള്ളിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭീമാപ്പള്ളി പോയി. ഭീമാപ്പള്ളി എനിക്ക് മരുന്ന് കിണർ എന്നൊക്കെ നമ്മൾ വേറെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്നൊക്കെ ഒന്ന് പോയി നോക്കണം എന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ അവിടെ ഭയങ്കര വൃത്തിഹീനമായിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാർ കുളിക്കണു, എന്താ പറയുക, മരുന്ന് കിണറാണ് അത്. എല്ലാത്തിനുള്ള വെള്ളം ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും എടുക്കുക, എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ അവിടെ ഭയങ്കര വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര എന്തോ പോലെയായി അത് കണ്ടപ്പോൾ. നമ്മൾ വേറൊരു വീഡിയോയിൽ ഇങ്ങനെയല്ല കണ്ടിരുന്നത്. അപ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പോൾ നമ്മൾ അവിടുന്ന് ഭീമാപ്പള്ളി ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അവിടെ പോയതോ. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല, ഭയങ്കര വെയിൽ. കാരണം ഒരു 10 മണിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ല വെയിലായിരുന്നു. നമ്മൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല. അപ്പം നമ്മൾ വേഗം അവിടുന്ന്
ഒരു നെയ്യാർ റിവർ ബോട്ടിംഗ് സർവീസ്. അതൊരു ബീച്ചല്ല, ഒരു ബീച്ചാണ്. ഒരു ഐലൻഡ് പോലത്തെ ഒരു ബീച്ച്, ചുറ്റും കടലും ഈ കായലൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത് ഓട്ടോ ഡ്രൈവർ പറഞ്ഞതാണ് കേട്ടോ ആ സ്ഥലത്തേക്ക് പോകാമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഭീമാപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിയതും ഞങ്ങൾ അങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടുത്തെ ഫീസ് ഭയങ്കരമായിട്ട് തോന്നി കേട്ടോ. 2 കപ്പിൾസിനായിട്ട് പോകുമ്പോൾ 2500 രൂപ 1.5 മണിക്കൂറിന്. അത് കുറച്ച് കൂടുതലായിട്ട് തോന്നി. പക്ഷെ അതിനുള്ളതൊന്നുമില്ല, 2500 രൂപക്കുള്ളതൊന്നുമില്ല. മാക്സിമം ഒരു 500 അതിനൊക്കെ ഉള്ളത് തന്നെ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് നമ്മളവിടെ കയറുന്നില്ല പറഞ്ഞിട്ട് വന്നു. പിന്നെ അവർ കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ട് 1500 പറഞ്ഞപ്പോൾ അവർ 1500 നമുക്ക് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ 1500 എന്നുള്ളത് നമുക്കൊരു 1000 ആക്കിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 1000 എന്ന് പറയുകയാണെങ്കിലും അവർ ഓക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ ഫസ്റ്റ് അവർ 2500 പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട, ഇത് നമ്മുടെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു. ഇത് ആ ഓട്ടോ ഡ്രൈവർ പറഞ്ഞതുകൊണ്ട് നമ്മളങ്ങോട്ട് പോയതായിരുന്നു കേട്ടോ. രസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ആ ടിക്കറ്റിനുള്ള 2500 രൂപക്കുള്ള ഒരു ഇതുണ്ടെന്ന് തോന്നിയില്ല കേട്ടോ. പിന്നെ പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുറേ ബോട്ടിങ്ങുകൾ നമ്മൾ ഇതേപോലെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല കാറ്റും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. പക്ഷെ 2500 ഉള്ളതില്ല എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത് നല്ല മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മളെടുത്ത ബോട്ടിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാനും ഒക്കെയും 2 മക്കളും പിന്നെ ഇത് എന്താ പറയുക, ഇത് ഓടിക്കണ ആളും. അപ്പോൾ ഇത് അടിപൊളിയായിരുന്നു. ഇത് ഇങ്ങനെ നേരെ പോവുക ഒരു ഗോൾഡൻ സാൻഡ് ബീച്ച്. അത് ബീച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിന് ചുറ്റും കണ്ടൽക്കാട്, പിന്നെ കുറേ റിസോർട്ടുകൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ട് ഇങ്ങനെ പോവുമായിരുന്നു. അത് ഒതളങ്ങ പറഞ്ഞൊരു മാംഗോ പോലത്തെ ഒരു ഫ്രൂട്ടാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഈ നമ്മുടെ കൂടെ ഒരു ഗൈഡ് പോലെ തന്നെ ഒരാളുണ്ടായിരുന്നു കേട്ടോ ആ ബോട്ടിൽ നമ്മുടെ കൂടെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറയുമായിരുന്നു, അവിടെ ആ തൂങ്ങി കിടക്കുന്നത്, മാങ്ങ പോലെ തൂങ്ങി കിടക്കുന്നത് ഒരു എന്താ, അതിന് ഒതളങ്ങ എന്നാണ് പറയുക, അങ്ങനെ എന്തോ ഒരു ഫ്രൂട്ടാണ്, അങ്ങനെ എന്തോ പറഞ്ഞു തരുന്നു. കറക്റ്റ് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായത് ഞാനിവിടെ പറയണം കേട്ടോ. വേറെയും കുറച്ച് ഇത് കൂടെ തന്നെ കുറേ വഴികളൊക്കെ ഉണ്ട്. ഒന്നും കൂടി കണ്ടൽക്കാടൊക്കെ ഒന്നും കൂടി അടുത്തറിയാൻ പറ്റുന്ന പോലത്തെ വഴികളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് അവിടെ പോകാൻ പറ്റില്ല. കണ്ടോ ആ ഒരു ഉള്ളിലേക്ക് പോണ ഒരു വഴിയൊക്കെ അവിടെ ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ബോട്ട് കേട് വരും എന്ന് പറഞ്ഞു. അവിടെ അധികം വെള്ളമല്ല, അത്ര വെള്ളം കമ്മിയായതുകൊണ്ട്. വെള്ളം കൂടുതലുള്ള സമയമാണെങ്കിൽ ഇതേപോലെ ടൂറിസ്റ്റുകളെ കൊണ്ട് അവർ ആ ഭാഗത്തു കൂടെ ഒക്കെ പോകലുണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ദൂരെ കാണുന്നതാണ് കേട്ടോ ഗോൾഡൻ സാൻഡ് ബീച്ച്. അങ്ങനെ തന്നെ പറഞ്ഞു. ഗോൾഡൻ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. തെറ്റാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തുള്ളവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തെറ്റാണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെയാണ് അവർ പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മ. പക്ഷേ കടൽ സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ലക്കാക്കും എല്ലാവർക്കും ഇഷ്ടം. നമ്മളുടെ അവിടെ നിന്ന് പൊന്നാനി കോഴിക്കോടൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത്ര കളറിന് നല്ലൊരു, നമ്മൾ ക്യാമറയിൽ എങ്ങനെ കളർ വരുന്നതെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. കാരണം നല്ല അടിപൊളി ഒരു കളർ ഉണ്ടാവുമല്ലോ, ആ കളറായിരുന്നു കേട്ടോ കടലിനുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ തന്നെ നല്ല ഹൈറ്റിൽ തിരമാലകളൊക്കെ വരുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഗോൾഡൻ സാൻഡ് ബീച്ച് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നമ്മുടെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വരുന്നതും ഈ പ്ലാനിങ് ആയിട്ട് നടക്കാതെ പെട്ടെന്ന് സർപ്രൈസായിട്ട് വരുന്നതും അത് നമുക്കൊന്നും കൂടി ഒരു അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പ്ലാനിങ്ങിൽ ഇല്ലാത്തതായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ആയപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രിപ്പിൽ ഇത് ഇവിടെ പോയതിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക ഈ സ്ഥലമാണ് കേട്ടോ. ഈ ഗോൾഡൻ സാൻഡ് ബീച്ച് അടിപൊളിയായിരുന്നു. മക്കൾക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. നമ്മൾ 1 ഡേ ട്രിപ്പായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ നേരം ഒന്നും സ്പെൻഡ് ചെയ്തില്ല, ഒക്കെ കുറച്ച് നേരം കേട്ടോ. പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ ഈ സ്ഥലം. അപ്പോൾ ഇവിടെ വെയ്യാതായിട്ടുള്ള ഒട്ടകം മറ്റേ കുതിരകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അവരെ കണ്ടപ്പോൾ പാവം തോന്നി. പക്ഷെ അതൊരു എന്താ പറയുക, എല്ലാവർക്കും കാണാനൊരു രസമല്ലേ. പോണുണ്ടായിരുന്നു കേട്ടോ ആൾക്കാരൊക്കെ.
വോയിസ് ഓവറിൽ ട്രെയിനിൻ്റെ ശബ്ദം ഉണ്ടാവും. ഞാൻ ട്രിപ്പൊക്കെ പോയി വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ വീട് സ്റ്റേഷൻ്റെ അടുത്തായ കാരണം ട്രെയിനൊക്കെ പോണ സൗണ്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, എല്ലാവരും ക്ഷമിക്കണം കേട്ടോ സൗണ്ട് കേൾക്കുന്നില്ലെങ്കിൽ. കടൽ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കടൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കടൽ നല്ല രസമല്ലേ, കടൽ നോക്കി ഇരിക്കാനൊക്കെ നല്ല രസമല്ലേ. അപ്പോൾ പ്രത്യേകിച്ചിട്ട് ഈ കളറും കൂടി ആയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ അധികം നേരം അവിടെ ഇരുന്നില്ല കേട്ടോ. ഇവിടെ കുറേ ക്യാമറാമാൻമാരുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് സ്പോട്ടിൽ തന്നെ ഫോട്ടോ ഒക്കെ എടുത്തു തരുന്ന ആൾക്കാർ, സ്പോട്ടിൽ തന്നെ നമ്മുടെ കയ്യിൽ ഫോട്ടോ ആക്കി തരുമല്ലോ, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരു ഫാമിലി ആയിട്ടൊരു പിക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മളെ കൊടുന്ന ഗൈഡ് നമ്മളെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ടൈമായി പറഞ്ഞിട്ട് 1.5 മണിക്കൂറാട്ടോ നമുക്ക് സമയം തന്നിട്ടുള്ളത്. അതിൽ നമ്മളൊരു അരമണിക്കൂർ മാക്സിമം നമ്മൾ ഈ ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ബാക്കി 1 മണിക്കൂർ ബോട്ടിങ്ങിലായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നമ്മളുടെ ആ ഫിലിമില്ലേ, എന്താ ഫിലിമിൻ്റെ ഒരു ഫഹദ് ഫാസിലിൻ്റെ ഒരു ഫിലിം ഉണ്ടല്ലോ, മാലിക് ഫിലിമിൽ ഉണ്ടായിരുന്ന പള്ളിയാണോന്ന് എനിക്ക് ഭീമാ പള്ളിയാണോ ആ ഫിലിമിൽ എടുത്തിട്ടുണ്ടായിരുന്ന പള്ളി, അതോ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോണ പള്ളിയാണോന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതിലേതോ ഒരു പള്ളി ആ ഫിലിമിലുണ്ട്. പിന്നെ ഈ ഒരു കട അതിൽ അവർ പറയുന്നുണ്ടല്ലോ ഒരു ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെയും ഓരോ പള്ളികൾ. അതിൽ മുസ്ലിംസിൻ്റെ പള്ളിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ ക്രിസ്ത്യൻസിൻ്റെ പള്ളി ഇതിൽ ആ ഓട്ടോ ഡ്രൈവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് തോന്നുന്നത് അത് വരുന്നത്. അതിൽ ഈ വീഡിയോയിലുണ്ടോയെന്നുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് എൻ്റെ ഓർമ്മ, ഇതിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ 2 തുറക്കാർ അങ്ങനെ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളായിട്ടുള്ളൊരു മൂവി ഉണ്ടല്ലോ, ആ മൂവിൻ്റെ ഭാഗങ്ങളൊക്കെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് തോന്നുന്നു. എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് ആ ഫിലിമാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെയും കുറച്ച് നേരം തന്നെ നിന്നുള്ളൂ കേട്ടോ. പക്ഷെ ഇവിടെ അടിപൊളിയായിരുന്നു കേട്ടോ, കടലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം പറയില്ലേ, അതാണ് കേട്ടോ. ആ തൂക്കി ഒരു ബ്ലൂ കളറിൽ കാണില്ല, അത് തോന്നുന്നു അതിൻ്റെ സംഭവങ്ങൾ കപ്പലിൻ്റെ അങ്ങനെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. ഫുഡ് കഴിക്കാൻ നല്ലൊരു ഹോട്ടലിലേക്ക് പോയി. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞാനും മക്കളും ബിരിയാണി ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ നോർമൽ ചോറ് മതി പറഞ്ഞിട്ട് അത് സദ്യ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ബിരിയാണി സൂപ്പറായിട്ടുണ്ടായിരുന്നു. പക്ഷേ ബിരിയാണി കഴിക്കണമെന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മളുടെ സെക്രട്ടറിയേറ്റ് എനിക്കത് കിട്ടില്ല അപ്പോൾ പറയുമ്പോൾ. ഇതൊന്നും നമ്മളവിടെ ഇറങ്ങുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതവിടെ ജസ്റ്റ് വീഡിയോയിൽ ഇങ്ങനെ എടുത്തു എന്ന് മാത്രം. അവർ ഡ്രൈവർ കാണിച്ചു തരികയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വീഡിയോയിൽ എടുത്തപ്പോൾ അവിടെ ആശാ വർക്കർമാരുടെ സമരമൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. അവർ പാവങ്ങളവിടെ അങ്ങനെ ഇരിക്കണമൊക്കെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നിയമസഭ കാണാൻ പോയി കേട്ടോ. അതും ജസ്റ്റ് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഇക്കാൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഞാനൊന്നും എടുത്തില്ല, ഇക്കാൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അവിടെ നിന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ട് മക്കൾ ഉറങ്ങി. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേനും മക്കൾ ഓട്ടോറിക്ഷയിൽ ഇരുന്നിട്ട് ഉറങ്ങി. അപ്പോൾ അവരൊന്നും എടുത്തിട്ട് ഞങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് ഒരു പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇക്കാക്ക് പിക്ക് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു നിയമസഭൻ്റെ ഫ്രണ്ടിൽ നിന്ന് കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ട്. അപ്പോൾ വോയിസ് ഓവർ ചിലപ്പോൾ ആ ശബ്ദവും കേൾക്കും കേട്ടോ. ഇതെന്തോ ഒരു സംഭവം പറഞ്ഞു, പക്ഷെ എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. എന്തോ ഒരു സംഭവമാണത്. 1 ഡേ ഞങ്ങൾ 2 days നിൽക്കാമെന്ന് പറഞ്ഞ് പോയതായിരുന്നു. പക്ഷെ 1 ഡേക്കുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നമുക്ക് 1 ഡേ കൊണ്ട് തന്നെ നമ്മളവിടെ ഇവിടുന്ന് രാത്രി ട്രെയിൻ കയറി അവിടെ നമ്മൾ ഒരു 4 മണിക്കൊക്കെ എത്തും. ഇത് നമ്മുടെ പാളയം മാർക്കറ്റാണ് കേട്ടോ. പാളയം മാർക്കറ്റ് എന്നൊക്കെ സിനിമയിലൊക്കെ കുറേ ഡയലോഗ് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരികയാണ് അയാൾ. ഇവിടെ ഒരു പള്ളി
പാളയം ജുമാ മസ്ജിദ് അതാണത് എന്നൊക്കെ പറഞ്ഞു തരുന്നു കേട്ടോ. വൺ ഡേ ട്രിപ്പിനൊക്കെ ഉള്ളത് തന്നെ ഉള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ. നമുക്ക് രാവിലെ നമ്മളവിടെ എത്തുകയെന്നുണ്ടെങ്കിൽ ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് നമുക്കിതൊക്കെ കവർ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല റിലാക്സ് ആയിട്ട് തന്നെ നമുക്കിതൊക്കെ കവർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പം തന്നെ 15 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, ഇത്രയും ലോങ് വീഡിയോ. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ, അതും എല്ലാവരും കാണണം. അപ്പോൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോസുകളൊക്കെ ഇനി നിങ്ങൾ കാണണം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ഒരു വീഡിയോയും കൂടി ഇട്ട് നമ്മൾ തിരുവനന്തപുരം സൂ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ കുറേ ലോങ് ആകും. അപ്പോൾ ഇതാട്ടോ നമ്മുടെ നിയമസഭ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.